മാരേജ് മാച്ചിങ്ങിന് ഇതിലും നല്ലൊരു ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇനി 954 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ വന്നാലും പാർട്ണറെ വിട്ടുപോകത്തില്ല. ഇത് നമ്മുടെ ഇൻബോൺ എനർജിയാണ്, ഇത് ചേഞ്ച് ആവത്തില്ല. ടാരോയ്ക്കകത്ത് 78 ലൈഫ് സിറ്റുവേഷൻസ് ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. ടാരോട്ട് കാർഡ് മാഡം, ടാരോട്ട് കാർഡ് എന്ന് പറയുന്നത് വളരെ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭവമാണ്. ഒരു 78 കോമ്പിനേഷൻ ഓഫ് കാർഡ്സ് അല്ലെങ്കിൽ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ പറയാൻ പറ്റുന്ന ഒരു ടൂളായിട്ടാണ് പല അസ്ട്രോളജേഴ്സും പല ഹീലേഴ്സും പല കൺസൾട്ടൻറ്റും ഉപയോഗിക്കുന്നത്. ഈ ടാരോ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വലിയ കൗതുകം ഉണ്ടായില്ല. പക്ഷേ ദി കോമ്പിനേഷൻ ഓഫ് ടാരോ ആൻഡ് ന്യൂമറോളജി, അപ്പോൾ മേഡം ഇപ്പോൾ ന്യൂമറോളജിയും എടുക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ന്യൂമറോളജിയിൽ ഇന്ത്യൻ ന്യൂമറോളജി, പൈതഗോറിയസ് സിദ്ധാന്തം, ഹീബ്രു ന്യൂമറോളജി, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളായ ആക്യുറസി കൊടുക്കുന്ന ന്യൂമറോളജികളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന പല ഫിലിം സ്റ്റാർസും അല്ലെങ്കിൽ പല ബില്യനേഴ്സും മൾട്ടി ബില്യനേഴ്സ് ഉൾപ്പെടെ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നവരാണ്. അത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഞാനത് പറയാൻ കാരണം ഇവരെയൊക്കെ കൺസൾട്ട് ചെയ്യുന്ന കൺസൾട്ടൻറ്റുമായിട്ട് എനിക്ക് അടുത്ത് ഇടപഴകാനുള്ളൊരു അവസരങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കാനും അവരുടെ ഒരു മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാനും. സോ അപ്പോൾ ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ മേഡം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. യു ഹാവ് എന്താ പറയുക വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ ടാരോയും ന്യൂമറോളജിയും എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഇത് ടാരോയും ന്യൂമറോളജിയും കൂടി ഞാൻ സെപ്പറേറ്റ് പഠിച്ച സബ്ജക്റ്റാണ്. അതിൻ്റെ കൂടെ ഞാൻ റേക്കിയും കൂടിയുണ്ട്. ഞാൻ റേക്കിയും കണക്ട് ചെയ്യുന്നത്. അതെ, റേക്കി വെച്ചിട്ട് ഞാൻ ക്ലയൻറ്റിനെ കണക്ട് ചെയ്യും, പിന്നെ ടാരോ കണക്ട് ചെയ്യും ഇതിന് റീഡിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ വേദിക് ന്യൂമറോളജി. അപ്പം ഞാൻ ഇത് ആദ്യം പഠിക്കുന്നത് പ്രദീപ് ജി ടാരോയാണ്. ഈ റേക്കി ചൂസ് ചെയ്തതുപോലെ ടാരോ ഇങ്ങനെ എന്നെ ചൂസ് ചെയ്തപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ തയ്യാറായി. അപ്പോൾ ടാരോ പഠിച്ചു കഴിഞ്ഞപ്പോൾ ടാരോ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ടാരോ യൂസ് ചെയ്യുന്നത് കറൻറ്റ് സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട്, നമ്മളൊരു ബ്ലോക്കായിട്ട് നിൽക്കുമ്പോൾ ഗൈഡൻസിനും ചോയ്സസിനും വേണ്ടിയിട്ടാണ് ടാരോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രെഡിക്റ്റീവ്, അത് പല ടാരോ റീഡേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അതിന് ശരിക്കും എഗനസ്റ്റ് ആണ്. ടാരോ എനർജി റീഡിംഗ് ആണ്. ഓക്കെ, നമ്മുടെ എനർജി മാറുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരും. അപ്പം നമുക്കത് ശരിക്കും എടുക്കാൻ പറ്റുന്നത് നമ്മുടെ കറണ്ട് ബ്ലോക്ക് മാറി നമ്മൾ എങ്ങോട്ട് പോകണം എന്നൊരു ചോയ്സ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനാണ്, അത് ഗൈഡൻസിനാണ്. അപ്പം ഞാൻ കമ്പൈൻ ചെയ്തത് വേദിക് ന്യൂമറോളജി എൻറ്റയർലി വേറൊരു പാർട്ടാണ് ഇതുമായിട്ട്. അപ്പം ഈ ഒരു ആസ്ട്രോളജിക്കൽ സബ്ജക്റ്റുകൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാ ആസ്ട്രോളജേഴ്സൊന്നും ഞാൻ പറയണില്ല, എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ 100% ആക്യുറസിയാണ്. ഞാൻ എന്ന് വെച്ചാൽ പറയുന്ന ആൾക്കാർ, എന്നെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് 100% ആക്യുറസിയാണ്. ആക്ച്വലി ഓരോ ആസ്ട്രോളജിക്കൽ സബ്ജക്റ്റുകളും പറയുന്നില്ല ഇത് 100% ആക്യുറസി ഉണ്ട് എന്ന്. പറയുന്നത് എന്താണ്, നമുക്ക് ഒരു വഴി കാട്ടാൻ പറ്റും. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്യാൻ കാരണം ചിലയിടത്ത് ടാരോയ്ക്ക് ചില കാര്യങ്ങൾ എടുക്കാൻ പറ്റാത്തത് വേദിക് ന്യൂമറോളജി മെയിൻറ്റെയിൻ ചെയ്തു പോകും. വേദിക് ന്യൂമറോളജിക്ക് പറ്റാത്തത് ടാരോ അത് ടാരോ റീഡിങ് എടുക്കുമ്പോൾ എനിക്കത് ഓക്കെ. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ മറ്റേതൊരു 60 to 70% പറയാൻ പറ്റുന്നിടത്ത് ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ എനിക്കൊരു 90-95% പറയാൻ പറ്റും. അപ്പോൾ ടാരോ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ആൾക്ക് ഗൈഡൻസ് കൊടുക്കാൻ. അപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, ഇപ്പോൾ കരിയറിലായിക്കോട്ടെ, എന്തിനാണോ അതിന് ഗൈഡൻസ് അല്ലെങ്കിൽ എനർജി ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്നത് നെഗറ്റീവ് എനർജിയാണോ പോസിറ്റീവ് എനർജിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ടാരോയ്ക്കകത്ത് 78 ലൈഫ് സിറ്റുവേഷൻസ് ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെയും സാറിൻ്റെ ഒക്കെ ലൈഫ് സിറ്റുവേഷൻസ് സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ടാരോയ്ക്കകത്ത് വരച്ചു വെച്ചിരിക്കുന്നത്. ന്യൂമറോളജിക്കകത്ത് നമ്മൾ ജനിച്ച് പാസ്റ്റ് ലൈഫുമായിട്ടൊരു ബന്ധമുണ്ട് ന്യൂമറോളജിക്ക്. അപ്പം നമ്മുടെ ഡെസ്റ്റിനി അതിനകത്ത് അറിയാൻ പറ്റും. നമ്മുടെ ഡെസ്റ്റിനി ഏത് ലൈഫ് പാത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത്, ഏത് കരിയറാണ് ചൂസ് ചെയ്യേണ്ടത്, പിന്നെ ഫിനാൻസിയർ ഏതാണ്, പ്രോപ്പർട്ടി വെഹിക്കിൾ നമുക്ക് ഇന്ന വർഷം വാങ്ങാൻ പറ്റും എന്നറിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവും അല്ലേ. പിന്നെ ഇൻ്റർനാഷണൽ ട്രാവൽ, ചില ആൾക്കാർക്ക് വിദേശവാസ യോഗം ഉണ്ടായിരിക്കും. പിന്നെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇന്ന ആളിപ്പം ചില ആൾക്കാർക്ക് ഞാൻ റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പോൾ അത് കാണുമ്പോഴേ മനസ്സിലാവും ഇത് ഒന്നിച്ചു പോവില്ല എന്നുള്ളത്. ഇതിൽ എനിക്ക് ഏറ്റവും വേദിക് ന്യൂമറോളജിയിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ മാരേജ് മാച്ചിങ്. സാറ് പറഞ്ഞില്ലേ ഇത് പല രീതിയിലുള്ള. അപ്പം ഞാൻ ചെയ്യുന്നത് വേദിക് ന്യൂമറോളജി, നമ്മുടെ ഇന്ത്യൻ തമിഴ് ഇത് വേദിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വേദിക് ന്യൂമറോളജിയിൽ മാരേജ് മാച്ചിങ്ങിന് ഇതിലും നല്ലൊരു ഇത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിൽ 4 കാര്യങ്ങളെ നോക്കുന്നുള്ളൂ, 10 പൊരുത്തമൊന്നുമില്ല. പെട്ടെന്ന് യോജിച്ച് പോകാൻ പറ്റും. എന്താ വെച്ചാൽ
ആ സ്പിരിച്വൽ കണക്ഷൻ അവരുടെ എങ്ങനെയാണ്, പ്രാക്ടിക്കൽ കണക്ഷൻ എങ്ങനെയാണ്, ഇമോഷണൽ കണക്ഷൻ എങ്ങനെയാണ്, ഫിനാൻസ് എങ്ങനെയാണ്, പിന്നെ വരുന്ന ദശാസന്ധി എങ്ങനെയാണ്. അതിനകത്ത് നമുക്ക് ലിതിഗേഷന്റെ യോഗം ഉണ്ടോന്ന് നോക്കാം. ബൈ ബർത്ത് ലിതിഗേഷന്റെ യോഗം ഉണ്ടെങ്കിൽ, അതായത് 9-4 അല്ലെ 9-5 എന്നൊക്കെയുള്ള കോമ്പിനേഷൻ, 4-5 സിംഗിൾ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലിതിഗേഷന്റെ യോഗം എന്ന് പറയും. അപ്പോൾ കേസ്, വഴക്ക്, ഡിവോഴ്സിനുള്ള സാധ്യത, കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡും വൈഫും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരിക, അത് എനിക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് മാരേജ് മാച്ചിങ്ങിന് വരുമ്പോൾ നമുക്ക് ലിതിഗേഷന്റെ യോഗം ഉള്ളവരാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ചേരുന്ന ഇപ്പം നമ്പർ 3 പോസിറ്റീവ് 1 കൂടെ ഉള്ള ആൾക്ക് നമ്പർ 3 പോസിറ്റീവ് +1 ആണെങ്കിൽ അവർ എക്സ്ട്രീം ലെവലിൽ ഫാമിലിയുമായിട്ട് ഭയങ്കരമായി അറ്റാച്ച്ഡ് ആയിരിക്കും. കോൺഷ്യസ് ആയിരിക്കും. അവരെന്ത് വന്നാലും ഡൗൺ ടു എർത്ത് എക്സ്ട്രീം ലെവലിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി 9-5-4 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ വന്നാലും പാർട്ട്ണറെ വിട്ടുപോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ അവർക്കൊരു ലിതിഗേഷന്റെ യോഗത്തിനെ കട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്ന കോമ്പിനേഷൻ നമുക്ക് ചേർത്ത് വയ്ക്കാം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്, ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മാരേജ് മാച്ചിങ്ങിന് ഏറ്റവും നല്ലത് ഈ പറയുന്ന വേദിക് ന്യൂമറോളജിയാണ്. കരിയർ സെലക്ഷൻ. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ 10ാം ക്ലാസ് +2 ഒക്കെ പഠിച്ചപ്പോൾ അവർ ഇപ്പോൾ കരിയർക്ക് എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ വേദിക് ന്യൂമറോളജിയിൽ ഡേറ്റ് ഓഫ് ബർത്തും ഡെസ്റ്റിനി നമ്പറും റൂട്ട് നമ്പറും വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മുടെ ഇൻബോൺ എനർജിയാണ്. ഇത് ചേഞ്ച് ആവത്തില്ല. ഓക്കെ, നമ്മുടെ ജനിച്ച അപ്പോൾ തൊട്ട് മരണം വരെ ആ നമ്പേഴ്സിൻ്റെ എനർജി നമ്മളിലുണ്ട്. പിന്നെ ദശാസന്ധിയിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ദശാസന്ധിയിൽ വരുന്ന മാറ്റങ്ങൾ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 15 വർഷം, ഏതൊരാളുടെയും 15 വർഷം, അത് പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ, കുറച്ച് സ്ട്രഗിളിങ് പീരീഡാണ്. നമ്മളത് ഫേസ് ചെയ്ത് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ നമ്മളത് ഫേസ് ചെയ്ത് പോകണം. അപ്പോൾ അത് കണ്ടെത്താൻ പറ്റും, ആ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ നമ്മുടെ കരിയറും നമ്മുടെ എനർജി, ഇൻബോൺ എനർജിയും തമ്മിൽ, ഈ നമ്പേഴ്സും തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് പാത്തിലാണ് പോകുന്നതെങ്കിൽ കരിയറിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഒരു കണ്ടൻമെന്റ് രീതിയിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതിലെല്ലാം വേദിക് ന്യൂമറോളജിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടാരോ പിന്നെ ഈ പറയുന്ന പോലെ ഗൈഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് എടുക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ എപ്പോഴും പറയാം, എൻ്റെ അടുത്ത് വരുമ്പം ഞാൻ കൺസൾട്ടേഷൻ അവരോട് പ്രശ്നങ്ങൾ ചോദിക്കത്തില്ല. ഇങ്ങോട്ട് ഞാൻ പറയും, ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങൾ എന്തെങ്കിലും കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. അപ്പോൾ അവരോട് എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അപ്പം ഞാനിത് അങ്ങോട്ട് പറയും. ശരിക്കും അങ്ങനെയാവണം ഒരു കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ അത് ചെയ്തിട്ട് പിന്നെ അവരോട് ഇത് ഇത്ര ഓക്കെ ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറയും. അപ്പം അങ്ങനെയാണ് അത്. അതിപ്പോൾ മാഡം പറഞ്ഞത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമോ, വേദിക് ന്യൂമറോളജിക്കകത്ത് ഇപ്പോൾ ഒരു 10 ജാതകം എടുക്കുമ്പോൾ 10 എണ്ണം പൊരുത്തം നോക്കിയാൽ 2 എണ്ണം റിജക്റ്റ് ആവുള്ളൂ, ബാക്കി 8 എണ്ണം നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ വേദിക് ജ്യോതിഷത്തിലേക്ക് പോകുമ്പോൾ രാശിപ്പൊരുത്തം, രാശിപൊരുത്തം, യോനിപ്പൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം, ഗണപ്പൊരുത്തം, ഇങ്ങനെ നിരവധി പൊരുത്തങ്ങളുമുണ്ട്, ദശാസന്ധിയുണ്ട്, അതിനിടയ്ക്ക് വില്ലനായിട്ട് വരുന്ന ചൊവ്വാദോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന എല്ലാ മാട്രിമോണി സൈറ്റിലും ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ പാരൻസ് സ്വാഭാവികമായിട്ടും മകൻ്റെയോ മകളുടെയോ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ക്രെഡൻഷ്യൽസ് കൊടുത്ത് എൻട്രി ചെയ്തിടുന്നു. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ജാതകങ്ങൾ നോക്കുന്നു. മാച്ച് ചെയ്ത് കിട്ടുമ്പോൾ സന്തോഷത്തോടെ ഒരു ജ്യോതിഷത്തിൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ കേരളത്തിലെ ജ്യോതിഷൻ്റെ അടുത്ത് വരുമ്പോൾ 10 എണ്ണം കൊടുത്താൽ 8 എണ്ണം റിജക്ഷൻ ആയിരിക്കും. കാരണം അതിനകത്ത് ഇങ്ങനത്തെ വില്ലന്മാരുണ്ട്. പക്ഷെ കേരളം വിട്ടുപോകുന്ന ജ്യോതിഷന്മാർ കാണിക്കുമ്പോൾ 10 എണ്ണത്തിൽ 5 എണ്ണവും അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഈ വേദിക് ന്യൂമറോളജിയിൽ അതിൻ്റെ റിജക്ഷൻ്റെ അളവ് കുറവാണ്.